വെൽക്കം ടു സീനാസ് കോർണർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള കാരമൽ പുഡിങ്ങുമായിട്ടാണ്. ഒരുവിധം എല്ലാവരും തന്നെ തയ്യാറാക്കുന്ന ഒന്നായിരിക്കാം കാരമൽ പുഡിങ്. അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇഡലിത്തട്ടിൽ ചെയ്തെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനായിട്ടാണ് നോൺ സ്റ്റിക്ക് പാനിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും വേണ്ട എന്ന് തോന്നുന്നവർക്ക് ഒരല്പം പഞ്ചസാര കുറച്ച് ചേർത്താലും മതിയാകും. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് തനിയെ ഇതേപോലെ മെൽറ്റായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് കാരമലൈസ് ചെയ്തെടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഒരു കയ്പ്പ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ കാരമൽ പുഡിങ് ചെയ്തെടുക്കുമ്പോൾ ഒരല്പം കയ്പ്പ് രുചി, കാരമലിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഡാർക്ക് കളറ് വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കാരമൽ പുഡിങ്ങിനായിട്ട് എടുക്കുമ്പോൾ വേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് നല്ല ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഏത് മോൾഡിലാണോ നമ്മൾ പുഡിങ് തയ്യാറാക്കുന്നത് ആ മോൾഡിലേക്ക്, അതല്ലെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇത് നന്നായിട്ട് സെറ്റായി കിട്ടിയതിന് ശേഷം വേണം പുഡിംഗ് മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആദ്യം തന്നെ ഇതേപോലെ കാരമലൈസ് ചെയ്ത് മോൾഡിലേക്ക് ഒഴിച്ച് സെറ്റാവാൻ മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് 2 കപ്പ് പാല്, അതായത് 1/2 ലിറ്റർ പാല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. തിളയ്ക്കാൻ പാടില്ല. തിളയ്ക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ഫ്ലെയിം ഓഫാക്കി പാല് അടുപ്പത്തൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഈ പാലൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടായി വരുന്ന സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയും പഞ്ചസാരയും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. 4 മുട്ടയും 1/2 കപ്പ് പഞ്ചസാരയും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. തിളയ്ക്കുന്നതിന് തൊട്ട് മുൻപുള്ള സ്റ്റേജ്, ആവിയൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ തിളച്ചിട്ടുമില്ല. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 പിഞ്ച് സിനമൺ പൗഡർ, അതായത് പട്ട പൊടിച്ചതിൻ്റെ പൊടി 1 പിഞ്ച്. പിന്നീട് ചേർത്ത് കൊടുക്കുന്നതാണ് വാനില എസൻസ്. അത് 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ ചൂടായിട്ടുള്ള പാല് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയും പഞ്ചസാരയുടെ മിക്സ്ചറിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് നേരെ തിരിച്ച് നമ്മുടെ എഗ് മിക്സ്ചർ ഈ ചൂടായിട്ടുള്ള പാലിലേക്ക് ഒഴിക്കരുത്. അങ്ങനെ ചെയ്താൽ പറ്റുന്നത് ഈ മുട്ട പാലിൻ്റെ ചൂടിൽ പെട്ടെന്ന് അങ്ങ് വെന്ത് കട്ടയായിട്ട് സ്ക്രാമ്പിൾഡ് എഗ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് തണുത്തിരിക്കുന്ന, അതായത് നോർമൽ റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന മുട്ടയിലേക്ക് ചൂടാക്കിയ പാല് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അതേപോലെ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കുന്നതും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടെ എൻഹാൻസ്ഡ് ആയിട്ട് ഒരു ഹെവൻലി ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആ ഒരു എഗ് മിക്സ്ചറിലേക്ക് ചൂടായിട്ടുള്ള പാല് മുഴുവനായും ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് എഗ് വൈറ്റ് ഒക്കെ കട്ടയായിട്ട് വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നല്ല സ്മൂത്ത് സിൽക്കി ടെക്സ്ചറാണ് നമുക്ക് നമ്മുടെ പുഡിങ്ങിന് വേണ്ടത്. അതിനായിട്ട് ഇതേപോലെയുള്ള ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 അരിപ്പ എടുത്തിട്ടുണ്ട്. 1 വലുതും 1 ചെറിയതുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ള ഒരു പുഡിംഗ് മിക്സ്ചർ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ കാണാം കുറച്ചൊക്കെ എഗ് വൈറ്റ് ഒക്കെ ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിൽ നിന്നും ഒഴിവായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു കൂട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഈ പൊടി പോലെ കാണുന്നത് നമ്മൾ ചേർത്തിട്ടുള്ള സിനമൺ പൗഡറിൻ്റെ തരികളാണ്. അതവിടെ കിടന്നോട്ടെ, അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇത് നേരെ നമ്മൾ നേരത്തെ മോൾഡിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കാരമൽ, അതിന് മുകളിലായിട്ട് ഈ ചെറു ചൂടോടുകൂടിയുള്ള ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഫോയിൽ പേപ്പർ തന്നെ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. നല്ലൊരു ഫിറ്റായിട്ടൊരു പാത്രം വെച്ചിട്ട് അടച്ചു കൊടുത്താലും മതിയാകും.
ഇതിൻ്റെ ആവി ഇതിനുള്ളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഹോൾസ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെറിയൊരു ഹോൾസ് ആയാൽ പോലും അതിനുള്ളിലേക്ക് വെള്ളം കിടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാക്സിമം നന്നായിട്ട് കവർ ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു പുഡിങ് ഞാനിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് ഇഡ്ഡലി സ്റ്റീമറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആവി കയറുന്ന രീതിയിലുള്ള ഏത് പാത്രത്തിലും നിങ്ങൾക്കിത് തയ്യാറാക്കിയെടുക്കാം. ഞാനിതിപ്പോൾ ഇഡ്ഡലി സ്റ്റീമറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. താഴത്തെ തട്ടിൽ വെള്ളം വെച്ചു. പിന്നീട് അതിൻ്റെ കീഴത്തെയുള്ള പാത്രത്തിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു പുഡിംഗ് മിക്സ്ചറിൻ്റെ തട്ട് വെച്ചു. എന്നിട്ട് അതിൻ്റെ ലിഡ് അടച്ചിട്ട് 30 മിനിറ്റോളം സ്റ്റീം ചെയ്തു. 20 മുതൽ 30 മിനിറ്റാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഞാനിതിപ്പോൾ 30 മിനിറ്റോളം സ്റ്റീം ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ മൂടി തുറന്ന് ആവി പോകാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതൊരു 15-20 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ചൂട് പൂർണ്ണമായിട്ട് മാറും. ഈ ഒരു സ്റ്റേജിലാണ്, കണ്ടില്ലേ, നല്ല ജിഗ്ലിംഗ് സ്റ്റേജിലാണ് ഇതിപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് മാറ്റുകയാണ്. ഏകദേശം 2 മുതൽ 6 മണിക്കൂർ വരെ നമുക്കിത് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്ത് സെറ്റായിട്ടുള്ള പുഡിങ് ഒരു കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം വെടിപ്പിച്ചെടുക്കുകയാണ്. പുഡിങ്ങിലേക്ക് പ്രസ് ചെയ്തുകൊണ്ട് ഈ കത്തി അതുവഴി ഓടിച്ചാൽ നന്നായിട്ട് അതിൻ്റെ സൈഡെല്ലാം ഇങ്ങ് വിട്ടുപോകുന്നോളും. എന്നിട്ട് ഇതേപോലെ മുകളിലൊരു പാത്രം വെച്ചിട്ട് അത് കമത്തി കഴിയുമ്പോൾ നമ്മുടെ ഈ കാരമൽ ചെയ്തതുൾപ്പെടെ ഇതിലേക്ക് പൂർണ്ണമായിട്ടും നല്ല ഷേപ്പോട് കൂടി തന്നെ വീണ് കിട്ടും. അപ്പോൾ നമ്മുടെ കാരമൽ പുഡിംഗ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല കറക്റ്റ് പാകത്തിന് സെറ്റായിട്ട് നല്ല സിൽക്കി സ്മൂത്തായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഷേപ്പിൽ അകത്തൊക്കെ നല്ല സോഫ്റ്റായിട്ട് ആണ് വന്നിട്ടുള്ളത്. ഇതൊന്ന് മുറിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സിൽക്കി സ്മൂത്ത്നെസ് മനസ്സിലാവുന്നതാണ്. അപ്പം കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കാരമൽ പുഡിംഗ് ആണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ഒരു പീസ് വെക്കുക. നമ്മുടെ കാരമൽ ഒരൽപ്പം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സെർവ് ചെയ്യുക. ഇതിൻ്റെ ഒരു രുചിയെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ആർക്കും തന്നെ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് സിൽക്കി സ്മൂത്ത് ടെക്സ്ചറാണ് ഇതിന്. അതുപോലെ വായിലിട്ടാൽ അത് അലിഞ്ഞു പോകുന്നത് അറിയില്ല. അത്രയ്ക്കും സോഫ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്